അപ്പോൾ അച്ഛൻ പോയി. അച്ഛനെ ഞങ്ങൾ കയറ്റി വിട്ടു. ഒരു ടെൻഷനും ഇല്ലാതെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന ഉടനെ തന്നെ ഒരു ഹിന്ദിക്കാരനെ കണ്ടു. ഞങ്ങൾ പറഞ്ഞു വയ്യ വീൽചെയറിനാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പെട്ടെന്ന് പോയി വീൽചെയർ എടുക്കുന്നു. ഒരു ടെൻഷനും ഇല്ല, ഒന്നും പറഞ്ഞില്ല. 30 കിലോയും പ്ലസ് അച്ഛനേൽ ഇരുന്ന് 7 കിലോയും കൂടെ അതിൽ കയറ്റി അങ്ങ് വിട്ടു. ഒരു ടെൻഷനും ഇല്ല. അച്ഛനെ അതുകൊണ്ട് കയ്യിലൊന്നും ഹാൻഡ് ബാഗ് കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല, ഒന്നും വന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 1 മണിക്കൂർ ലേറ്റാണെന്ന് പറഞ്ഞു ഫ്ലൈറ്റ്. മഴയായതുകൊണ്ടായിരിക്കും, നമുക്കറിയില്ല. 1 മണിക്കൂർ ലേറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടി വരാൻ ഇവിടെ നിൽക്കുകയാണ്. വണ്ടി ഇപ്പോൾ വരും. അപ്പം ശരി എന്നാൽ ഓക്കെ, ബൈ. ഹലോ, യേസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനെ ഇന്ന് പോവാണ്. പെട്ടി കെട്ടിക്കോണ്ടിരിക്കും. പോകാനുള്ള പെട്ടി കെട്ടുന്നു. പോവാണ്. എന്നോടാണ് എടുക്കാൻ പറഞ്ഞത്. അയ്യോ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സേ ഉള്ളൂ കേട്ടോ, 30 കിലോ. ഒരപ്പോൾ 30 കിലോ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ 30 കിലോ ഇല്ല, ഇതിനകത്ത് ഒരു 2 കിലോ കുറവായിരിക്കും. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടുന്ന് പോകുന്നതായിരിക്കും. നല്ല തോർത്തിട്ടുണ്ട്. തോർത്തിരിക്കാം. അയ്യോ, മതി കെട്ടിക്കോ. വെയിറ്റ് നോക്ക്. തോർത്തുണ്ട്. പിടിക്കണോ? വെയിറ്റ് നോക്കുവാണ് എത്ര കിലോ ഉണ്ടെന്ന്. വെയിറ്റ് നോക്കുകയാണ്, എത്ര കിലോ ഉണ്ടെന്ന് വെയിറ്റ് നോക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ 27 കാണത്തുള്ളൂ. അതോടെ നോക്കിയാ പേരെഴുതണം. ഇത് കറക്റ്റ് 7 കിലോ ഉണ്ട്. 6 കിലോ പിടിച്ചോ? 6.5 കിലോ ഉണ്ട്. 6.5 കിലോ അല്ലേ? 1/2 കിലോ കുറവാണ്. അത്രയൊന്നും കാണത്തില്ല. അതിന് പൊടിഞ്ഞേക്കാം. കാപ്പെടുത്തണം. കാപ്പെടുത്തുണ്ട്. എവിടെ അച്ഛൊരു ഹായ് പറഞ്ഞേരെ. അച്ഛൊരു ഹായ് പറഞ്ഞേരെ. ഹായ് പറഞ്ഞിട്ട് പോകും. ആരോടാ ഇതിനകത്തൊരു ഹായ് പറയാം. ഹായ്. അയ്യോ, അപ്പം പിന്നെ ഇനി ഇറങ്ങാറാകുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. ഇവിടെ പാക്കിങ് എല്ലാം കഴിഞ്ഞ് കേട്ടോ. വീഡിയോ ഇടാനാണ് എനിക്ക് നാളെ. വീഡിയോ എടുക്കുവാനോ?
അവരാണ് നമ്മുടെ റൂംമേറ്റ്. നല്ല ആൾക്കാരാണ്. ഒരു ഹായ് തന്നേര്. ഹായ്. അപ്പോൾ അച്ഛൻ പോവാണ്. അച്ഛൻ ഇറങ്ങാൻ പോവാണ്. അച്ഛൻ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ ലൈറ്റ്, താഴെ ലൈറ്റുണ്ടോ കൊണ്ടുപോകാൻ? അങ്ങനെ പോവാണ്. ഞങ്ങൾ ഇറങ്ങുവാണ്. എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. അയ്യോ സൂക്ഷിച്ച്. അവിടെ വെച്ചേരെ. പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. ഇറങ്ങുമല്ലേ? പുള്ളിയുടെ ചായ കൂടെ എടുത്തു. ആ അതെൻ്റെ, മറ്റേ നിങ്ങളുടെ. ഇപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ. കയറിക്കോ വണ്ടിയല്ലേ. പോ. അച്ഛൻ ഞങ്ങൾ കൊണ്ട് വിട്ടിട്ട് വരാവേ. എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരാം കേട്ടോ. അച്ഛൻ ഫ്രണ്ടിലിരിക്കാൻ പോവാം. ഞാൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ വന്നു. അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് ഇവിടെ വരും. ഞങ്ങൾ എയർപോർട്ടിലോട്ട് കയറട്ടെ. ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ വന്നപ്പോൾ തന്നെ ഒരാളെ കണ്ടിട്ട് വീൽചെയറിൻ്റെ കാര്യം പറഞ്ഞുണ്ടെങ്കിൽ തന്നെ പുള്ളി പറഞ്ഞ് ഇവിടെ ഇരുന്നോ, ഞാൻ വീൽചെയർ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ പിന്നെ ലൈനിലൊന്നും നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ലൈനിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛതാ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ ഇവിടെ ഇരിക്കുവാണ്. അച്ഛനിപ്പോൾ വീൽ ചെയറിൽ അവർ കൊണ്ടുപോകും. इनको हिंदी नहीं मालूम है. ओके, कौन सा कहाँ जा रहे हैं आप? चेन्नई? नहीं केरल, त्रिवेंद्रम. मेरी बात सुनो. पहली बात है हमारा स्टाफ पूरा ऊपर केरला वाला है. पूरा एयरपोर्ट का मैनेजमेंट वही है ऑलमोस्ट मैक्सिमम. और जरूरत तो पड़ेगी नहीं. इनका जो बोर्डिंग कार्ड सब मैं अभी ले करवाऊंगा. बोर्डिंग कार्ड के अंदर व्हीलचेयर आपको ये इधर सेंट्रल मीडिया में मिल जाएगा. काफ़ी दूर रहने की जरूरत नहीं है. इधर से गाड़ी प्लेन तक, प्लेन से बाद में ऑलरेडी एक आदमी पकड़ेगा सीधा लग जाएगा. सही है. और कोई दिक्कत नहीं होएगा ना? और कोई दिक्कत नहीं होएगा ना? कोई दिक्कत नहीं है. कोई और कुछ तो नहीं है कि कोई बैड रिकॉर्ड कुछ भी नहीं. सामने से तो दोनों में डायरेक्ट सामान वही है बस. आ जाओ तरतीब करते हैं. सही है. അച്ഛൻ പോവാണ്. അച്ഛൻ പോവാണ് കേട്ടോ. അച്ഛൻ ദുബൈയോട് വിടാ. Video not allowed.